ബിഗ് ബോസ് മലയാളം സീസൺ 6 തിരശീല വീഴുമ്പോൾ കപ്പ് ജിൻഡോ നേടി എന്നതൊഴിച്ചാൽ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു ഫൈനലിൽ നടന്നത്. പൊതുവെ ഭൂരിഭാഗം പേരും ജിൻഡോ ജാസ്മിൻ പോരാട്ടമാണ് പ്രതീക്ഷിച്ചത്. ജാസ്മിനെ മൂന്നാമത് തള്ളി അർജുൻ രണ്ടാം സ്ഥാനത്തെത്തി. അവസാന ആഴ്ച വരെ ജിൻഡോയും ജാസ്മിനും തമ്മിലാണ് കിരീടത്തിനായുള്ള പോരാട്ടം എന്ന പ്രതീതി ഉയർന്നിരുന്നു. ഈ സീസണിലെ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയുമായിരുന്നു ജാസ്മിൻ. മാത്രമല്ല, ഫൈനൽ 5-ലെ ഏക വനിതാ മത്സരാർത്ഥിയും ജാസ്മിനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ്റെ മൂന്നാം സ്ഥാനത്തേക്കുള്ള പിന്തള്ളൽ പ്രേക്ഷകർക്ക് അവിശ്വസനീയമായി തോന്നിയത്. ഇപ്പോഴിതാ ജിൻഡോയുടെ അച്ഛനും ജാസ്മിൻ മികച്ച മത്സരാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗബ്രി വന്നതാണ് ജാസ്മിന് തിരിച്ചടിയായതെന്നും അദ്ദേഹം പറയുന്നു. ജിൻഡോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജിൻഡോയുടെ അച്ഛൻ മീഡിയയ്ക്ക് കൊടുത്തൊരു ബൈറ്റാണ്. നാടിൻ്റെ അഭിമാനമാണവൻ, നാടിൻ്റെ രാജാവാണ്. ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ വിചാരിച്ചത് സെക്കൻഡ് ജാസ്മിനാണ് എന്നാണ്. പക്ഷേ അത് അർജുനായിപ്പോയി. അത് ആ കൊച്ചിൻ്റെ 2 ദിവസത്തെ പരിപാടിയോടുകൂടി ആൾക്കാർ കണ്ട് മനസ്സിലാക്കി. ഗബ്രി വന്നതോടെ എന്താണ് കാണിച്ചു കൂട്ടിയത്? അത്ര വോട്ട് പോയില്ലേ ആ കൊച്ചിന്? ജാസ്മിൻ നല്ല മത്സരാർത്ഥിയായിരുന്നു. എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ഗബ്രി വന്നതാണ് തിരിച്ചടിയായത്. എല്ലാവരും പറയുന്നുണ്ട്. ഗബ്രി വന്നപ്പോൾ കാണിച്ചു കൂട്ടിയ കോലങ്ങൾ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ജാസ്മിനും ജിൻഡോയുമായിരുന്നു എല്ലാവരുടെയും ഫസ്റ്റും സെക്കൻഡും. അത് മാറിപ്പോയി. ജാസ്മിൻ ജിൻഡോയുടെ എതിരാളിയായിരുന്നു. ഞങ്ങൾക്ക് പേടി ജാസ്മിനെയായിരുന്നു. ജിൻഡോയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൊട്ട് സ്വീകരണമായിരിക്കും. ആദ്യം മണ്ടൻ എന്ന് വിളിക്കപ്പെട്ടിടത്തു നിന്നും രാജാവായല്ലേ അവൻ വരുന്നത്. ചെറുപ്പം തൊട്ട് കഷ്ടപ്പെട്ട് വന്നവനാണ് ജിൻഡോ. 4 ജിമ്മുണ്ട്, കരാട്ടെ പഠിച്ചിട്ടുണ്ട്, മിസ്റ്റർ കേരള, മദർ തെരേസ അവാർഡ് നേടിയിട്ടുണ്ട്. അതേസമയം ജിൻഡോയുടെ വിജയം പ്രേക്ഷകർ ആഘോഷമാക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാം ജിൻഡോയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഗബ്രിയിലും റസ്മിനിലും മാത്രം ആശ്വാസം കണ്ടെത്തിയിരുന്ന ജാസ്മിൻ അവസാന ആഴ്ചകളിൽ തൻ്റെ ശൈലി മാറ്റുകയും ജിൻഡോ ഉൾപ്പെടെയുള്ളവരുമായി സൗഹൃദം കാണിക്കുകയും വോട്ടിങ്ങിൽ 2ാം സ്ഥാനത്ത് തുടരുകയുമുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ജാസ്മിന് പിന്തുണ വർദ്ധിക്കുന്നതും കാണാമായിരുന്നു. എന്നാൽ ഫിനാലെ വീക്കിൽ ജാസ്മിനെ തകർക്കാനായി തന്നെയാണ് ഗബ്രി വന്നതെന്ന് തോന്നിച്ചു. ജാസ്മിന് ശക്തി പകരാനും ഉപദേശിക്കാനുമൊക്കെ എത്തിയ ഗബ്രി ബിഗ് ബോസ് ടീമിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തത്.